സ്വാഗതം. നമുക്ക് താരി എടുക്കാം. താരി എല്ലാവർക്കും ഇഷ്ടല്ലേ? താരീത്ത് ഒന്നാം പാഠം നമുക്ക് എടുക്കാം. മക്ക പുണ്യഭൂമി എന്നാണ് ഹെഡിങ്. മക്ക പുണ്യഭൂമി ഒന്ന് വായിക്കല്ലേ? റെഡി? ഓക്കെ. മക്ക എന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിക്കണേ. സൗദി അറേബ്യയിലെ പ്രധാന സൗദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് മക്ക. കുറെ പ്രധാന നഗരങ്ങളുണ്ട് സൗദി അറേബ്യയില്. അതിൽ ഒന്നാണ് മക്ക. മക്കക്ക് ഉമ്മുൽ ഖുറ, ബക്ക എന്നൊക്കെ മക്കയുടെ ഉപനാമങ്ങളായി ഖുർആനിൽ വന്നിട്ടുണ്ട്. ഖുർആനിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? അങ്ങനെ കാണാമെങ്കിൽ കമന്റിൽ പറയട്ടോ. പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാനായി മുസ്ലിങ്ങൾ എങ്ങോട്ടാണ് വരല്? എടുക്കാൻ മഞ്ചേരിക്കോ? മക്കയിലേക്കല്ലേ? മക്കയിലെത്തുന്നു. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം മക്കയിലാണുള്ളത്. അതിന്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കഅബ ഷരീഫ്. കഅബ ഷരീഫ് എന്നാണ് ആ ഭവനത്തിന്റെ പേര്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയ കഅബ ഷരീഫ് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമാണ്. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന കാലത്ത് ഇസ്മായിൽ നബി സല്ലല്ലാഹു അലൈഹിസ്സലാം എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പാടില്ല. അത് നമ്മളെ മുഹമ്മദ് നബിക്ക് എന്ന് പറയാൻ പാടുള്ളൂ. അലൈഹിസ്സലാം ദാഹജലത്തിന് വേണ്ടി കരഞ്ഞു കാലിട്ടടിച്ചു. അവിടെ നിന്നാണ് മാഉ സംസം. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വെള്ളം. നിങ്ങള് സംസം വെള്ളം എന്ന് കേട്ടിട്ടില്ലേ? അത് അവിടുന്നാണ് ഉണ്ടായത്. മാഉ സംസം ഉറവയെടുത്തത് അവിടുന്നാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾ ജനിച്ചത് എവിടെയാണ്? നിങ്ങൾക്ക് അറിയുമല്ലോ. ചിലർക്കറിയാം, ചിലർക്കറിയില്ല. മക്ക എന്ന പുണ്യ ഭൂമിയിലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാഠത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യത്തെ വരിയിൽ നമുക്ക് പഠിക്കാം മക്ക സൗദി അറേബ്യയിലാണെന്ന്. പിന്നെ രണ്ടാമത്തെ വരിയിൽ നമുക്ക് എന്ത് പഠിക്കാം? രണ്ട് മക്കയുടെ പേരും പഠിക്കാം. ഉമ്മുൽ ഖുറ, ബക്ക എന്നും. പിന്നെ എന്ത് പഠിക്കാം? പരിശുദ്ധ ഹജ്ജും ഉംറയും ചെയ്യാൻ ആളുകൾ മക്കയിൽ എത്തുന്നു എന്നും അടുത്ത വരിയിൽ പഠിക്കാം. അടുത്ത വരിയിൽ എന്ത് പഠിക്കാം? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനമാണ് കഅബ ഷരീഫ് എന്നും പഠിക്കാം. പിന്നെ നൂഹ് നബിയുടെ കാലത്ത് ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ കഅബ ഷരീഫ് പൊട്ടിപ്പോയ കഅബ ഷരീഫ്, അത് നമുക്ക് അതിൽ നിന്ന് പഠിക്കാം. പിന്നെ കഅബ ഷരീഫ് ആരാ പുനർനിർമ്മിച്ചത്? അതെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടിയാണ്. അത് നമുക്ക് പഠിക്കാം. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദാഹജലത്തിന് വേണ്ടി കരഞ്ഞു കാലിട്ടടിച്ചു. അവിടെയാണ് സംസം വെള്ളം, മാഉ സംസം ഉണ്ടായത് എന്ന് നമുക്ക് അവിടെ പഠിക്കാം. പിന്നെ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയാണ് ജനിച്ചത് എന്ന് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാം. തീർച്ചയായും ഈ നമുക്ക് പരീക്ഷയിൽ എഴുതാൻ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.
പിന്നെ ഇതിൽ ഓരോ വരിയിലും ഓരോ കാര്യങ്ങൾ പഠിക്കാണ്ട്, അതും ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തദ്രിബാത്ത് എടുക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസ് കുറെ കൂടുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേ കേട്ടോ. ഓക്കെ, അസ്സലാമലൈക്കും. നമുക്ക് പിന്നെ